ഇന്നത്തെ വീഡിയോ 10ാം ക്ലാസ്സിലെ കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്റർ ഓർഗാനിക് കെമിസ്ട്രി ഐസോമെറിസം ആ ചാപ്റ്ററിലെ ടെക്സ്റ്റിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. ഇന്ന് അരോമാറ്റിക് കോമ്പൗണ്ട്സ് ഐസോമെറിസം അതൊക്കെയാണ് ടെക്സ്റ്റ് ബുക്കിൽ 23ാമത്തെ പേജ് മുതൽ ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അരോമാറ്റിക് കോമ്പൗണ്ട്സ് മുതൽ തൊട്ട് മുമ്പ് കാണിച്ച ഫിഗറിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. വിച്ച് കാറ്റഗറി ഡസ് ദിസ് കോമ്പൗണ്ട് ബിലോങ് ടു? ഇത് ഏത് കാറ്റഗറിയിൽ പെടുന്നു? അലിഫാറ്റിക് ആണോ, അലി സൈക്ലിക് ആണോ, അരോമാറ്റിക് ആണോ? അരോമാറ്റിക്കിലാണ് തന്നത് പെടുന്നത്. വിച്ച് ഈസ് ദ നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്? ആ കോമ്പൗണ്ട് ബെൻസീൻ ആണ്. ബെൻസീൻ. റൈറ്റ് ദ മോളിക്കുലാർ ഫോർമുല ഓഫ് ദിസ് കോമ്പൗണ്ട്. അതിൻ്റെ മോളിക്കുലാർ ഫോർമുല C6. ഇവിടെ ഫിനോളിൻ്റെയും ബെൻസോയിക് ആസിഡിൻ്റെയും സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. അടുത്ത് ഐസോമെറിസം ആണ്. അപ്പോൾ ഐസോമെറിസം എന്ന് പറഞ്ഞാൽ compounds having same molecular formula but different structural formula are called isomerism, and the compounds are known as isomeres. അപ്പോൾ സെയിം മോളിക്കുലാർ ഫോർമുല, അതായത് കാർബണിൻ്റെ ഹൈഡ്രജൻ്റെ അടങ്ങിയിരിക്കുന്ന എലമെൻറ്റ്സ് എല്ലാം സെയിം ആയിരിക്കും. അതിൻ്റെ എണ്ണം സെയിം ആയിരിക്കും, കാർബണിൻ്റെ എണ്ണം സെയിം ആയിരിക്കും, ഹൈഡ്രജൻ എണ്ണം സെയിം ആയിരിക്കും. അതുപോലെ ഫംഗ്ഷൻ ഗ്രൂപ്പിൽ വരുന്ന ഇതെല്ലാം സെയിം ആയിരിക്കും. പക്ഷേ അതിൻ്റെ സ്ട്രക്ചർ നമ്മൾ ചെയിൻ എഴുതുമ്പോൾ ചെയിൻ മാത്രമല്ല പലതരം ഐസോമർസും ഉണ്ട്. അപ്പോൾ ആ സ്ട്രക്ചറിൽ വ്യത്യാസം വരും. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസും കെമിക്കൽ പ്രോപ്പർട്ടീസും എല്ലാം മാറ്റം ഉണ്ടാവും. അങ്ങനെയുള്ളതിനാണ് ഐസോമെറിസം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള കോമ്പൗണ്ട്സിന് ഐസോമേഴ്സ് എന്ന് പറയുന്നത്. നമുക്കിവിടെ തന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. എക്സസൈസ് ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാവും. ടെക്സ്റ്റിലെ പേജ് മാത്രം വേഗം ചെയ്തു പോകുന്നു. അതിനുശേഷം പിന്നീടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ കൂടുതൽ വിശദീകരിക്കാം. അപ്പോൾ ഇവിടെ 1, 2, 3, 4 സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ CH3 CH3 അത് ഇവിടെ ക്ലോറിൻ ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ ഇവിടെ CH3 CH2 ഇവിടെ OH വന്നിട്ടുണ്ട്. അതുപോലെ ഇവിടെ OH ആണ്, ഇവിടെ Cl ആണ്. വിച്ച് ഓഫ് ദീസ് കോമ്പൗണ്ട്സ് ഹാവ് സെയിം മോളിക്കുലാർ ഫോർമുല? നമുക്കിതിൻ്റെ മോളിക്കുലാർ ഫോർമുല എഴുതി നോക്കാം. ഓരോന്നിനും ഞാൻ ഇവിടെ തന്നെ, ഇവിടെ വേറൊരു പേജിലേക്ക് പോകുന്നില്ല, ഇവിടെ തന്നെ എഴുതുന്നു. ഒന്നാമത്തതിൻ്റെ 1, 2, 3 കാർബൺ. അപ്പോൾ C3 H 3, 3, 6, 1, 7. C3 H7 Cl ആണ്. അതുപോലെ രണ്ടാമത്തതിൻ്റെ 1, 2, 3. അപ്പോൾ C3 പിന്നെ ഹൈഡ്രജൻ നോക്കുക. 3, 2, 5, 2, 7. OHൽ ഈ H കൂടെ ഹൈഡ്രജൻ 8 ആണ്. C3 H8O. ഇനി അതിൽ മൂന്നാമത്തത് 1, 2 കാർബൺ ആറ്റവും 3, 2, 5, 1, 6 ഹൈഡ്രജൻ ആറ്റവും. C2 H6O. ഇനി അതിൽ നാലാമത്തത് 1, 2, 3 കാർബൺ ആറ്റം. C3 H7 Cl. ഇനി ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് ഓഫ് ദീസ് കോമ്പൗണ്ട്സ് ഹാവ് സെയിം മോളിക്കുലാർ ഫോർമുല? ഇവിടെ നമുക്ക് സെയിം മോളിക്കുലാർ ഫോർമുല കിട്ടിയത് ഒന്നാമത്തെയും നാലാമത്തെയും. ഇവിടെ 1 and 4. വിച്ച് ഈസ് ദ ഫങ്ഷണൽ ഗ്രൂപ്പ് ഇൻ ഈച്ച് ഓഫ് ദീസ്? അതിൽ ഓരോന്നിൻ്റെയും ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാണ്? അതും ഇവിടെ തന്നെ എഴുതാം. കാരണം വേറൊരു പേജിലേക്ക് പോകുന്ന നോക്കി സ്ട്രക്ചർ ഫിഗർ ഈ പറഞ്ഞ അതിൻ്റെ സ്ട്രക്ചറിലേക്ക് നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ഓരോ പേജ് പിന്നെ മാറ്റണം. അതുകൊണ്ട് ഇവിടെ തന്നെ എഴുതുന്നു. അപ്പോൾ ഒന്നാമത്തേൽ വന്നേക്കുന്ന ഫംഗ്ഷൻ, ഒന്നാമത്തേൻ്റെ ഫംഗ്ഷനുകൾ ക്ലോറോ ആണ്, ക്ലോറോ. രണ്ടാമത്തേൻ്റെ ഫംഗ്ഷൻ ഗ്രൂപ്പ് ഇതാണ്. രണ്ടാമത്തേൻ്റെ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിലാണ്, ആൽക്കഹോളാണ്, ഹൈഡ്രോക്സിൽ ഗ്രൂപ്പാണ്. അതുപോലെ മൂന്നാമത്തേൻ്റെയും ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് തന്നെയാണ്. മൂന്നാമത്തതും ഹൈഡ്രോക്സിൽ ഗ്രൂപ്പാണ്. ഈ നാലാമത്തത് Cl ആണ്, ക്ലോറോ. നാലാമത്തതും ക്ലോറോ ഗ്രൂപ്പിലാണ് പെടുന്നത്. വാട്ട് ഈസ് എ ഫങ്ഷൻ ഗ്രൂപ്പ് ഇൻ ഈച്ച് ഓഫ് ദീസ്? അത് നമ്മൾ എഴുതിയിട്ടുണ്ട്. റൈറ്റ് IUPAC നെയിം ഓഫ് ദീസ് കോമ്പൗണ്ട്സ്. അത് ഇവിടെ തന്നെ എഴുതാം. ഒന്നാമത്തിൻ്റെ IUPAC 1, 2, 3 പ്രൊപ്പൈനാണ്. അപ്പോൾ രണ്ടാമത്തെ സ്ഥാനത്താണ് Cl ഉള്ളത്. അപ്പോൾ 2 ക്ലോറോപ്രൊപ്പൈൻ, 2 ക്ലോറോ ANE. രണ്ടാമത്തെ
1, 2, 3 അതും പ്രൊപ്പെയിൻ തന്നെയാണ്. അപ്പോൾ ഒന്നാമത്തെ സ്ഥാനത്താണ് ആദ്യത്തേൽ, രണ്ടാമത്തെ സ്ഥാനത്തായിരുന്നു ക്ലോറിൻ ഉണ്ടായിരുന്നത്, ഇവിടെ ഒന്നാം. അപ്പോൾ അത് പ്രൊപ്പനോളാണ്, ഇല്ലെങ്കിൽ അതിനെ പ്രൊപ്പാൻ 1 ഓൾ എന്നും പറയാം. ഇനി മൂന്നാമത്തെ 1, 2 രണ്ടെണ്ണേ ഉള്ളൂ, അപ്പം ഈഥെയിനാണ്, എഥനോളാണ്, എത്തനോൾ. ഇനി നാലാമത്തത് ക്ലോറിൻ വന്നിരിക്കുന്നത് ഒന്നാമത്തെ സ്ഥാനത്താണ്, അപ്പോൾ 1 ക്ലോറോ. ഐസോമറിസം ഒരുപാട് തരത്തിലുണ്ട്. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് 4 തരത്തിലുള്ള ഐസോമേഴ്സിനെ കുറിച്ചാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ചെയിൻ ഐസോമറിസം, പൊസിഷൻ ഐസോമറിസം, ഫങ്ഷണൽ ഐസോമറിസം, മെറ്റാമറിസം. അതിൽ ആദ്യത്തത് ചെയിൻ ഐസോമറിസം. കോമ്പൗണ്ട്സ് ദാറ്റ് ഹാവ് ദ സെയിം മോളിക്കുലർ ഫോർമുല ബട്ട് ഡിഫർ ഇൻ ദ സ്ട്രക്ചേഴ്സ് ഓഫ് കാർബൺ ചെയിൻ ആർ കോൾഡ് ചെയിൻ ഐസോമേഴ്സ്. അപ്പോൾ ഐസോമറിസം എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു, സ്ട്രക്ചറിലെ വ്യത്യാസം കൊണ്ടുണ്ടാകുന്നതാണ്. അപ്പോൾ സ്ട്രക്ചറിൽ കാർബൺ ചെയിനിലെ വ്യത്യാസമുണ്ട്, ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസിൽ മാറ്റം വരുന്നു, അതിനെയാണ് ചെയിൻ ഐസോമറിസം എന്ന് പറയുന്നത്. കോമ്പൗണ്ട്സ് ഹാവ് ദ സെയിം മോളിക്കുലർ ഫോർമുല ബട്ട് ഡിഫർ ഇൻ ദ സ്ട്രക്ചേഴ്സ് ഓഫ് കാർബൺ ചെയിൻ. കാർബൺ ചെയിനിലെ വ്യത്യാസം കൊണ്ടുണ്ടാകുന്ന ഐസോമറിസം. ഇതിൽ കുറച്ച് എക്സാമ്പിൾസ് വന്നിട്ടുണ്ട്, അത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് 1, 2, 3, 4 ഇവിടെ 4 ഒരു ചെയിനും, ഇവിടെ 1, 2, 3 പിന്നെ അതിന് ബ്രാഞ്ച് ആയിട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലെ ചെയിൻ ഐസോമറിസം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. റൈറ്റ് ദ മോളിക്കുലർ ഫോർമുല ഓഫ് ദീസ് 2 കോമ്പൗണ്ട്. ഇതിൻ്റെ മോളിക്കുലർ ഫോർമുല എഴുതുക. അപ്പോൾ ഒന്നാമത്തേൻ്റെ മോളിക്കുലർ ഫോർമുല C4H10 ആണ്. അതുപോലെ തന്നെ രണ്ടാമത്തിൻ്റെയും അത് തന്നെയാണ്, C4H10. അപ്പോൾ ഇതിന് സെയിം മോളിക്കുലർ ഫോർമുലയാണ്. വാട്ട് ഈസ് ദ പെക്യുലാരിറ്റി ഇൻ ദ മോളിക്കുലർ ഫോർമുല? ഇതിൻ്റെ മോളിക്കുലർ ഫോർമുല സെയിം ആണ്. ബോത്ത് A and B ഹാസ് സെയിം മോളിക്കുലർ ഫോർമുല ഈവൻ ദോ they are of different structure. സെയിം മോളിക്കുലർ ഫോർമുലയാണ്, പക്ഷേ സ്ട്രക്ചർ വരും. റൈറ്റ് ദെയർ IUPAC നെയിംസ്. നമുക്ക് IUPAC നെയിം എഴുതാം. ഒന്നാമത്തേൻ്റെ പേര് നോക്കാം, 1, 2, 3, 4 ബ്യൂട്ടൈൻ ആണ്, വേറൊന്നുമില്ല, ബ്രാഞ്ച് ഒന്നുമില്ല, അപ്പോൾ ബ്യൂട്ടൈൻ. രണ്ടാമത്തത് 1, 2, 3 പ്രൊപ്പെയിൻ ആണ്. അപ്പോൾ ഇതിൽ രണ്ടാമത്തെ സ്ഥാനത്ത് ഒരു ബ്രാഞ്ച് വന്നിട്ട് 2 മീഥൈൽ പ്രൊപ്പെയിൻ. അടുത്ത പേജിൽ തന്നിരിക്കുന്നത് റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് തേർഡ് ഐസോമർ. ഇവിടെ 2 ഐസോമേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്, CH3, CH2, 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 CH3. ഇത് പെൻറ്റെയിൻ ആണ്, പെൻറ്റ് ANE, പെൻറ്റെയിൻ. അടുത്തത് CH3, CH, CH2, CH3 ഒരു CH3. ഇതെല്ലാം C5H12 വരുന്നതാണ്. ഇതിൻ്റെ പേര് 2 മീഥൈൽ ബ്യൂട്ടൈൻ, ബ്യൂട്ടൈൻ. ഇനി മറ്റൊന്ന് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ചെയ്ത് നോക്കാം. ഈ സൈഡിൽ എഴുതുന്നു CH3, ഇവിടെ ഒരു ബ്രാഞ്ച് കൊടുക്കുന്നു, CH3 ഇവിടെ ഒരു ബ്രാഞ്ച്. ഇവിടെ എല്ലാം വേണ്ടത് നമുക്ക് C5H12 ആണ്. ഓരോന്നും ചെക്ക് ചെയ്യുക. ഇതിൽ 1, 2, 3, 4, 5 ആണ്. ഹൈഡ്രജൻ 3, 3, 6, 2, 8, 2, 10, 2, 12 C5H12 ആണ്. ഇവിടെയും 1, 2, 3, 4, 5 കാർബൺ ആറ്റം, ഹൈഡ്രജൻ 3, 3, 6, 3, 9, 1, 10, 2, 12. അപ്പോൾ ഇവിടെ നമുക്ക് അതുപോലെ തന്നെ ആവണം. 1, 2, 3, 4, 5 കാർബൺ, ഇവിടെ 3 വെച്ചിട്ട് 4 × 3 12 ഹൈഡ്രജൻ. അപ്പോൾ C5H12 തന്നെയാണ് ഇത്. ഇനി ഇതിൻ്റെ പേരും കൂടി എഴുതാം. ഇവിടെ രണ്ടാമത്തെ സ്ഥാനത്താണ്, ഇത് പ്രൊപ്പെയിൻ ആണ്. അപ്പോൾ 2, 2 ഡൈ മീഥൈൽ പ്രൊപ്പെയിൻ ആണ് ഇത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി ചെയിൻ ഐസോമേഴ്സ് ആർ പോസിബിൾ ഫോർ ദ കോമ്പൗണ്ട് CH3, CH2, 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 CH3? അപ്പോൾ 1, 6 കാർബൺ ആറ്റം ഉണ്ട്. C 3, 2, 5, 2, 7, 2, 9, 2, 11, 3, 14, H14. അപ്പോൾ ഇവിടെ എത്ര ചെയിൻ ഐസോമേഴ്സ് എഴുതാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ മോളിക്കുലർ ഫോർമുല C6H14 ആണ്. അതിൽ ഒന്നാമത് C6 നമുക്ക് ആദ്യം നേരെ ഒരു ഹെക്സേൻ എഴുതാം. CH3, CH2, 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 1, 2, 3, 4,
CH2 5. അപ്പോൾ CH3. 1 2 3 4 5 6 കാർബൺ ആറ്റം. 3 2 5 2 7 2 9 2 11 3 14. ഇതിൻ്റെ പേര് ഹെക്സൈൻ. ഇനി രണ്ടാമത്തെ CH3 CH2 CH2 ഇവിടെ ഒരു ബ്രാഞ്ച് കൊടുക്കാം. അപ്പോൾ CH3 ബ്രാഞ്ച് CH3 കൊടുക്കും. അപ്പോൾ ഇവിടെ 1 2 3 4 5 6 കാർബൺ ആറ്റം. 3 2 5 2 7 3 10 13 1 14. ഇതിൻ്റെ പേര് ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിയാൽ രണ്ടാമത്തെ സ്ഥാനത്ത് മീഥൈലുണ്ട്. 2 മീഥൈൽ പെൻറ്റൈൻ ആണ്. പെൻറ്റൈൻ നമ്മൾ രണ്ടെണ്ണം എഴുതി. മൂന്നാമതെണ്ണം എഴുതാം. നമ്മൾ 2 മീഥൈൽ പെൻറ്റൈൻ എഴുതി. അപ്പോൾ നമുക്ക് 3 മീഥൈൽ പെൻറ്റൈനും എഴുതാം. CH3 CH2 CH മൂന്നാമത്തെ സ്ഥാനത്ത് ബ്രാഞ്ച് കൊടുക്കാം. CH2 CH3 CH3. 1 2 3 4 5 6 കാർബൺ ആറ്റം. 3 3 6 3 9 1 10 2 12 2 14 ഹൈഡ്രജൻ ആറ്റം. ഇതിൻ്റെ പേര് 3 മീഥൈൽ പെൻറ്റൈൻ തന്നെയാണിത്. 3 മീഥൈൽ പെൻറ്റൈൻ. ഇനി നാലാമത് നമ്മൾ ഇതുവരെ എഴുതിയത് ആദ്യം നമ്മൾ ഹെക്സൈൻ വെറുതെ ഹെക്സൈൻ ആക്കി എഴുതി C6 വരുന്ന രീതിയിൽ. പിന്നെ ഒരു ബ്രാഞ്ച് കൊടുത്തിട്ട് നമ്മൾ പെൻറ്റൈൻ ആയിട്ട് എഴുതി. ഒരെണ്ണം ഒരു മീഥൈൽ ബ്രാഞ്ച് ആയിട്ട് വന്നു. അപ്പോൾ അത് രണ്ടാമത്തെ സ്ഥാനത്ത് മൂന്നാമത്തെ സ്ഥാനത്ത് കൊടുത്തു. ഇനി നമുക്ക് നാലാമത്തെ സ്ഥാനത്ത് കൊടുക്കാൻ പറ്റില്ല. കാരണം നാലാമത്തെ സ്ഥാനം എന്ന് പറയുന്നത് തിരിച്ചെണ്ണുമ്പോൾ രണ്ടാം സ്ഥാനത്ത് തന്നെ വരും. പിന്നെ നമുക്ക് ഈ പെൻറ്റൈൻ മാറ്റിയിട്ട് നമുക്ക് ബ്യൂട്ടൈൻ ആക്കാം. അപ്പോൾ 2 ബ്രാഞ്ച് കൊടുക്കാം. CH3 CH2 C ഇവിടെ ഒരു ബ്രാഞ്ച് കൊടുക്കാം. 2 ബ്രാഞ്ച് ഇവിടെ തന്നെ കൊടുക്കാം. C പിന്നെയുള്ളത് CH3. ഇവിടെ CH3 കൊടുത്തു. ഇവിടെയും CH3 കൊടുത്തു. 1 2 3 4 5 6 കാർബൺ ആറ്റം. ഹൈഡ്രജൻ 3 2 5 5 3 8 11 C6 H14 തന്നെയായി. ഇതിൻ്റെ പേര് 1 2 3 4 ഇങ്ങനെ എടുത്താൽ രണ്ടാമത്തെ സ്ഥാനത്താണ് ബ്രാഞ്ച് ഉള്ളത്. അപ്പോൾ 2 ഡൈ മീഥിൽ ബ്യൂട്ടൈൻ. 2 ഡൈ മീഥിൽ ബ്യൂട്ടൈൻ എന്ന് കിട്ടി. ഇനി അഞ്ചാമത്തെ. അപ്പോൾ നമ്മൾ ബ്യൂട്ടൈൻ എഴുതി. ഇനി ബ്യൂട്ടൈൻ 2 2 സ്ഥാനത്താണ് നമ്മൾ എഴുതിയേക്കുന്നത്. ഒരേ സ്ഥാനത്ത് 2 ബ്രാഞ്ച് എഴുതി. നമുക്ക് ബ്രാഞ്ചിൻ്റെ സ്ഥാനം ഒന്ന് മാറ്റി നോക്കാം. CH3 CH നമുക്ക് രണ്ടാമത്തെ സ്ഥാനത്ത് മൂന്നാം സ്ഥാനത്ത് ഓരോ ബ്രാഞ്ച് കൊടുക്കാം. CH3 ഇവിടെ CH3 നമുക്ക് ചെക്ക് ചെയ്യാം. 1 2 3 4 5 6 കാർബൺ 6 തന്നെ. ഇനി ഹൈഡ്രജൻ 3 3 6 3 9 12 13 14 H14 തന്നെയാണ്. ഇതിൻ്റെ പേര് രണ്ടാം സ്ഥാനത്ത് മൂന്നാം സ്ഥാനത്ത് കൊടുത്തു. 2 3 ഡൈ മെത്തിൽ ബ്യൂട്ടൈൻ. അപ്പോൾ നമുക്കിവിടെ 5 സ്ട്രക്ചറൽ ഐസോമീസ് നമുക്ക് കിട്ടി. ചെയിൻ ഐസോമീസ് കിട്ടി.